ദൈവത്തിന് മഹത്വം. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ ഭാര്യപ്പാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും തന്നിരിക്കുന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രാത്രികാലം നമ്മൾ വിട്ടുപോയി തന്നിരിക്കുന്ന ഈ പ്രഭാതത്തെ ദിനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. വീണ്ടും എൻ്റെ വീഡിയോയിലേക്ക് കാണുവാനും കേൾക്കുവാനും നിങ്ങളെല്ലാവരും യേശുക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്യുവാണ്. ദൈവത്തിന് മഹത്വം. എൻ്റെ വീഡിയോ കാണാൻ കേൾക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം. നിത്യമാം ജീവൻ പുത്രനിലൂടെ, നിത്യമാം ജീവൻ പുത്രനിലൂടെ മർത്യരമടിയാക്കു തന്ന മഹേശ്വരം, മർത്യരമടിയാക്കു തന്ന മഹേശ്വരം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് നമുക്ക് നമ്മൾ അല്പസമയം ചിന്തിക്കാൻ പോകുന്നത് ഹൃദയം കലങ്ങരുത്. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് എന്ന് പകൽക്കാലം നമ്മുടെ യേശു, നമ്മുടെ കർത്താവ് നമ്മളോട് പറയുവാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആർക്കങ്ങനെ എന്നോട് നിങ്ങളോടും പറയാൻ കഴിയും? ഭർത്താവിന് പറയാൻ കഴിയും, എന്നാൽ അത് അല്പനേരത്തേക്കേ ഉള്ളൂ. ഭാര്യയ്ക്ക് പറയാൻ കഴിയും, അത് 2 മിനിറ്റ് നേരത്തേക്കേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ ആരെങ്കിലും നമ്മൾ ബന്ധുക്കാരോ ചർച്ചക്കാരോ എല്ലാം നമ്മളോട് പറയും ഹൃദയം കലങ്ങരുത്. അവർ നമ്മളെ ആശ്വസിപ്പിക്കാൻ നോക്കും, എന്നാൽ ഒരു അല്പസമയം കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ആയി പോകും. ദൈവത്തിന് മഹത്വം. എന്നാൽ കർത്താവിന്റെ വചനം എന്ന കർത്താവ് നമ്മളോട് ഓർപ്പിക്കുകയാണ്, ഹൃദയം കലങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. ഹൃദയം കലങ്ങിയാൽ എന്താണ് സംഭവിക്കുക? ദൈവത്തിന് ഹൃദയം കലങ്ങിയാൽ നമ്മുടെ ജീവിതമാകെ കലങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഹല്ലേലൂയ, പ്രതിസന്ധികൾ ഉണ്ടായാലും ഹല്ലേലൂയ, ഹൃദയം കലങ്ങരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ, അവൻ്റെ കർത്താവിൻ്റെ കൽപ്പന ജീവിക്കുകയും ചെയ്താൽ, കർത്താവ് രക്ഷകനായി സ്വീകരിച്ചാൽ നമുക്കതിനെല്ലാം ഒരു പോംവഴിയുണ്ട്. ഹൃദയം കലങ്ങാതിരിക്കാൻ കർത്താവിൻ്റെ വചനവും കർത്താവിലും കർത്താവിൻ്റെ വചനത്തെ നമുക്ക് വിശ്വസിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹൃദയം കലങ്ങിയാൽ ജീവിതം കലങ്ങിപ്പോകും. ജീവിതം കലങ്ങിപ്പോയാൽ നമ്മളെല്ലാവരും ആക്ഷേപിക്കും. സൊസൈറ്റിയിൽ നമുക്കൊരു സ്ഥാനമില്ല. ഹല്ലേലൂയ. നമ്മുടെ സമൂഹത്തിലോട് നമ്മൾ എന്തൊക്കെ പറയും? ഹല്ലേലൂയ. അവളുടെ കുഴപ്പം കൊണ്ടാണ്, അവൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൂടുതൽ നമ്മളെ വല്ലാതെ ആക്കാൻ ശ്രമിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എനിക്കും നിങ്ങൾക്കും തീർച്ചയായും ദൈവം എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഇറങ്ങി വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിന് തരുന്ന സമാധാനമല്ല നമ്മുടെ കർത്താവിലൂടെ നമ്മൾ ലഭിക്കുന്നത്. ലോകത്ത് കർത്താവ് തരുന്ന സമാധാനം എന്നേക്കും നിലനിൽക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ സമാധാനം അല്പസമയത്തേക്ക് മാത്രമുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മൾ പറയുവാണെന്ന് പകൽക്കാലം, ഹൃദയം കലങ്ങരുത്, പ്രേമിക്കുകയും വരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലായിരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ, നിങ്ങളുടെ ആഴമേറിയ പ്രതിസന്ധികളിലൂടെ ഹല്ലേലൂയ, രോഗങ്ങളെക്കാൾ ഹല്ലേലൂയ, ഹൃദയത്തെ അലട്ടുന്നത് ഏത് വിഷയമായി കൊള്ളട്ടെ, സർവശക്തനായ യേശുവിന്റെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കിയാൽ ലോകത്തിന്റെ ഒന്നിന്റെയും മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന ആരെങ്കിലും എൻ്റെ യേശു കർത്താവിനെ അറിയാത്തതുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞ സമാധാനം സന്തോഷം അനുഭവിക്കാത്തതുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഏതെങ്കിലും പ്രതിസന്ധികളിൽ കടന്നു പോകുന്നുവെങ്കിൽ ഹല്ലേലൂയ, ആഴമേറിയ പ്രശ്നങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ, ഹൃദയത്തിൽ അലട്ടുന്ന ഒത്തിരി വേദനകളിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങളുടെ മുട്ടുമടക്കിയാൽ ദൈവം കർത്താവ് അതിന്മേൽ സമാധാനം തരും. കർത്താവ് അതിന്മേൽ വിടുതൽ തരും. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ, യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയാൽ നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരികയില്ലെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തുള്ള എനിക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ കണ്ട് പേടിക്കാതെ, നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരുമ്പോഴേ ഹല്ലേലൂയ, നമ്മുടെ പ്രശ്നങ്ങൾ കണ്ട് പതറാതെ പേടിക്കാതെ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കാൻ എനിക്കും നിങ്ങൾക്കും തയ്യാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 34-56 വാക്യം 5 മുതൽ 6 വാക്യം നമ്മൾ വായിക്കുന്നു, അവങ്കിലേക്ക് നോക്കിയ പ്രകാശിതരായി, അവിടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവിനെ അറിഞ്ഞ ദൈവമക്കൾക്ക് പ്രതികൂലങ്ങളില്ല, പ്രശ്നങ്ങളില്ല,
ശരീരങ്ങളിലെ രോഗങ്ങളില്ലാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ദൈവത്തിന് നമ്മുടെ യേശു കർത്താവ് കഷ്ടം അനുഭവിച്ചു. അതുകൊണ്ട് നമ്മൾ കഷ്ടം അനുഭവിക്കുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല, കുറ്റം പറയാൻ പറ്റത്തില്ല. ആ കഷ്ടങ്ങളെ പ്രതികൂലങ്ങളെ കടന്നു പോകുമ്പോഴേ നമ്മുടെ കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും, നമ്മുടെ കർത്താവ് നമുക്ക് സമാധാനം തരും, നമ്മുടെ കർത്താവ് അതിനുള്ള വിടുതലുകൾ നമുക്ക് തരും. കർത്താവിലേക്ക് നോക്കിയ പ്രകാശിതരം ലജ്ജിച്ചു പോയതില്ല. യേശു കർത്താവ് നമ്മുടെ ഹൃദയം കൊടുത്താൽ നമ്മൾ ഒരിക്കലും ലജ്ജിച്ചു പോകാൻ കർത്താവ് വിടുകയല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നലെ നമ്മൾ കാണുന്നു ചെറുപ്പക്കാർ ദേവദാസന്മാർ ലോകത്ത് മാറ്റപ്പെടുന്നു, ചെറുപ്പക്കാർ വാഹനപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നു. നമ്മളോട് ചോദിക്കാം, നമ്മൾ ചോദ്യങ്ങളുടെ മുമ്പിലായിരിക്കുന്നു. നമ്മളോട് ചോദിക്കാം, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു? മരണം ഏത് സമയത്തും സംഭവിക്കാം, എങ്ങനെ ഏത് സമയം മരണം കടന്നു വരാം. അതുകൊണ്ട് നമ്മൾ തയ്യാറായിരിക്കണം. നമുക്ക് ഈ മരണം കഴിഞ്ഞൊരു ജീവനുണ്ടെന്നുള്ളത് എന്നെ കേൾക്കുന്നവർക്ക് അറിയില്ല. നിങ്ങൾ ഒന്ന് ഓർപ്പിക്കട്ടെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഈ ജീവിതത്തിൽ മാറ്റപ്പോൾ നമുക്കൊരു ജീവനുണ്ട്. ആ ജീവൻ ലഭിക്കണമെങ്കിൽ യേശു കർത്താവ് രക്ഷകനായി സ്വീകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളെ ഓർപ്പിക്കാനുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് മരണം ദൈവത്തെ അറിയുന്നവർക്കും ദൈവത്തെ അറിയാവർക്കും മരണം ഏത് വിധത്തിലും കടന്നു വരാം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് നമുക്ക് ഒരുക്കമുള്ളതായിരിക്കണമെന്ന് കർത്താവിൻ്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യേശുവിന് വേണ്ടി ക്രിയം കൊടുത്താൽ നിങ്ങൾ ഒരിക്കലും രചിച്ചു പോകുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്ഷിപ്പിക്കാൻ കർത്താവ് ഒരിക്കലും ഇടവരുത്തുകയില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഏത് രോഗത്തിലൂടെ കടന്നുപോയാലും അത് സഹിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തെ സങ്കീർത്തനത്തെ 46 അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണി ആരാണ്? യേശു കർത്താവ് മാത്രമാണ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത്. നമ്മൾ കഷ്ടങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ ദൈവിക സമാധാനം നമ്മൾക്ക് തരുന്നു, ദൈവീയ സാന്നിധ്യം നമ്മളെ നിറയ്ക്കുന്നു, ദൈവകൃപ നമ്മളെ പൊതിയുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, യേശുവിന് നിങ്ങളെ ഹൃദയം കൊടുക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കെല്ലാം ശരീരത്തിലെ മുറിവുകൾ ഉണ്ടോ അല്ലേ? നമ്മൾ കൈ മുറിക്കാറുണ്ട്, എന്തെങ്കിലും കുക്ക് ചെയ്യുമ്പോഴൊക്കെ എന്തെങ്കിലും കൈയൊക്കെ മുറിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും ജോലികൾ ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കൈക്കോ കാലിനോ എവിടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ പരുക്ക് പറ്റുകളുണ്ട്. ആ മുറിവുകളെല്ലാം നമുക്ക് മരുന്ന് വെച്ച് ഉണക്കി കെട്ടി അതിനെ ഉണക്കിയെടുക്കാൻ കഴിയും. ഹല്ലേലൂയ. എന്നാൽ നമ്മൾ ഹൃദയത്തിലേൽക്കുന്ന മുറിവുകളെ ആർക്കെങ്കിലും അതിനെ ഉണക്കിയെടുക്കുവാനോ അതിനെ മാറ്റുവാനോ കഴിയില്ല. ഹൃദയത്തിലേറിക്കുന്ന മുറിവുകളെ ഉണക്കണമെങ്കിൽ, ഹൃദയത്തിലേറുള്ള മുറിവുകൾക്ക് വിടുതൽ ലഭിക്കണമെങ്കിൽ, ഹൃദയത്തിൽ അനുഭവിക്കുന്ന വേദനകൾക്ക് മറുപടി ലഭിക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരു വിടുതൽ അനുഭവിക്കുന്ന സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യേശു രക്ഷകനായി സ്വീകരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ സുവിശേഷം നമ്മൾ വീണ്ടും വായിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്തുകൊണ്ടാണ് ഹൃദയം കലങ്ങിപ്പോരുന്നത് പറയുന്നത്? നിങ്ങൾ യേശുവിലും യേശു കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാൻ ഒരിക്കലും കർത്താവ് ഇവിടെ വരുത്തുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോഴേ 14-ാം അധ്യായത്തിലെ യോഹന്നാന്റെ സുവിശേഷം 14 നമ്മൾ വീണ്ടും വായിക്കുന്നു. 7-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനും തന്നെ വഴിയും സത്യനും ജീവനുമാകുന്നു. യേശു കർത്താവ് തന്നെ വഴിയും സത്യനും ജീവനുമാകുന്നു. നമുക്ക് യാതൊരു ആരുടെയോ ഒരു സഹായമോ നമ്മുടെ യേശുവിൻ്റെ അടുക്കിലേക്ക് കയറി ചെല്ലുവാൻ, യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരുവാൻ, ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, ദൈവകർത്താവിനോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് ആരുടെയും ഒരു ചാനലുകളോ ആരുടെയും ഒന്നും ആവശ്യമില്ല. ഹല്ലേലൂയ. ഞാനും ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൽ നമ്മളായിരിക്കും, ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോട് നമുക്ക് നമ്മുടെ ഹൃദയം കൊടുക്കാൻ കഴിയും. കർത്താവിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ രഹസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ കർത്താവ് നമ്മൾ കേൾപ്പിച്ചു കൊടുക്കും. നമ്മുടെ യേശു കർത്താവിൽ കൂടാതെ അല്ലാതെ എനിക്ക് നിങ്ങൾക്കും പിതാവിനെ കണ്ടെത്തുവാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങൾ യേശു രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല, യേശുവിന് ഹൃദയം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയാസുഖത്തിൽ കടന്നു പോകുമ്പോൾ ഞാൻ ഒരിക്കലും പറയത്തില്ല, ഈ ലോകത്തിലെ ഭൗതിക നന്മകൾക്ക് വേണ്ടിയിട്ടോ സൗഖ്യത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ യേശുവിനെ തേടി ഇറങ്ങരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ നിത്യജീവനിൽ എത്തിച്ചേരുവാൻ, ആ സ്വർഗത്തിലെത്തിച്ചേരുന്ന സമാധാനം അനുഭവിക്കാൻ, ഇവിടുത്തെ മരണം കഴിഞ്ഞ ഒരു ജീവിതമുണ്ടെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ യേശുവിന് ഹൃദയം കൊടുക്കുക. ഇവിടുത്തെ ലോകത്തിലുള്ള ഭൗതിക നന്മകൾക്ക് വേണ്ടി, സാമ്പത്തിക നന്മകൾക്ക് വേണ്ടി, ഭവനത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, സൗഖ്യത്തിന് നിങ്ങൾ ഒരിക്കലും ഹൃദയം കൊടുക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയും ദൈവത്തെ അറിയുന്നവരോട് ഞാൻ അതിനെ കുറ്റം പറയുന്നില്ല. എന്നാൽ അതിനു വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ യേശു നിങ്ങളെ അറിയാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൻ്റെ സമാധാനമല്ല, ലോകത്തിന് തരാൻ പറ്റുന്ന സമാധാനം എൻ്റെ യേശു നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ സമാധാനം, നിങ്ങൾക്ക് ദൈവീയ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു.
ഹല്ലേലൂയ. ഇതൊക്കെ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിത്യജീവനിൽ എത്തിച്ചേരാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ ഈ മരണത്തിന് ശേഷം ഈ ഭൂമിയിൽ നമ്മൾ ഒത്തിരി നല്ല വർക്കും നല്ല ജോലി ചെയ്ത് നല്ല സഹായങ്ങൾ ചെയ്തു, അതൊക്കെ ഒന്ന് പറഞ്ഞാലൊന്നും അത് നമ്മൾ സ്വർഗത്തിലെത്തിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയാത്തുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ അനുഭവിക്കുന്നു, ഞാൻ സമാധാന സന്തോഷങ്ങൾ അനുഭവിക്കാൻ എനിക്ക് ഹൃദയത്തിൽ വളരെ ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ദൈവത്തിന് ഹൃദയം കൊടുത്ത് നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങിപ്പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ സമാധാനമല്ല, ദൈവത്തിൻ്റെ സമാധാനം കർത്താവ് എനിക്കും നിങ്ങൾക്കും തരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു വഴികളുമില്ല. നിങ്ങളുടെ ഹൃദയം വളരെയധികം ഭാരത്തിൽ പ്രയാസത്തിൽ കടന്നു പോകുന്ന ആയിരിക്കുന്നവരെ എന്നോട് കേൾക്കുന്നുണ്ട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് കൊടുക്കുക. നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കുക. യേശുവിന് കൊടുത്താൽ നിങ്ങൾ ഏത് പ്രശ്നത്തിലായിരിക്കുന്നുവോ അതിനെല്ലാം കർത്താവിൻ്റെ സ്ഥലം മുഴങ്കാൽ മടക്കിയാൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം ഉണ്ടാകുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്രയും നല്ല വചനമാണ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. കർത്താവ് നിലവിളിച്ചു. കഷ്ടതയിലൂടെ കടന്നു പോയപ്പോൾ എൻ്റെ യേശുവിനെ അറിഞ്ഞാൽ, നിങ്ങൾ കഷ്ടതയുടെ കടന്നപ്പോൾ യേശുവിനോട് നിലവിളിച്ചാൽ അതിന് കഷ്ടതയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു വിശ്വസ്തനാണ് യേശു കർത്താവ്. ദൈവത്തിന് മഹത്വം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിനല്ലാതെ ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ഇതുപോലെ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ? ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതൊരു സത്യവേദ പുസ്തകം എന്നപ്പോൾ നമ്മുടെ വാഗ്ദത്തമാണ്. നമുക്ക് ഓരോ ദിവസം ജീവിക്കുന്ന ആത്മീയ മനയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നോ നിങ്ങൾ ഏത് ഭാരത്തിലായിരിക്കുന്നുവോ നിങ്ങൾ കർത്താവിൻ്റെ സ്ഥലം മുട്ടുമടക്കിയാൽ ആ നിങ്ങളുടെ ഹൃദയം ഒരിക്കലും കലങ്ങി പോകുവാൻ എൻ്റെ വിശ്വസ്തനായ എൻ്റെ യേശു, ജീവിക്കുന്ന യേശു ഒരിക്കലും അനുവദിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആർക്കൊന്നും കൂടെ പറയട്ടെ, നിങ്ങൾ യേശുവിനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളത്, നിങ്ങളുടെ ഹൃദയം യേശുവിനെ കൊടുത്തിട്ടില്ല എന്നുള്ളത്, നിങ്ങളുടെ യേശുവിനെ ഹൃദയം കൊടുക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ എന്ന് അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു നിത്യസമാധാന സന്തോഷം നമ്മൾക്കുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. നമ്മൾ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, വിശുദ്ധിയോടെ വേർപാട് ജീവിക്കണം, കർത്താവ് ആഗ്രഹിക്കും പ്രകാരം നമ്മൾ ജീവിക്കാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കുക. കർത്താവിൻ്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കർത്താവിന് ഹൃദയം കൊടുത്തു എന്നാൽ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് പറഞ്ഞു നടക്കാനല്ല. നമുക്ക് എന്നാലും നമ്മൾ കർത്താവ് ആഗ്രഹിക്കും പ്രകാരം കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം, കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കണം, കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം, കർത്താവിൻ്റെ വിശുദ്ധിയോടെ വേർപാട് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ എന്നും പറയുന്ന രണ്ടേ അച്ഛനന്മാരെ നമുക്ക് ഒരിക്കലും സേവിക്കാൻ കഴിയുകയില്ല. നമ്മൾ കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, കർത്താവ് ആഗ്രഹിക്കും പ്രകാരം ജീവിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ലോകത്തിലായിരിക്കുന്ന ലോകപ്രകാരം ജീവിക്കുക. രണ്ടും കൂടെ മിക്സ് ചെയ്ത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്നവർ പറഞ്ഞിട്ട് നിങ്ങൾ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്നെ കേൾക്കുന്ന ദൈവത്തെ അറിഞ്ഞ എന്നെ കേൾക്കുന്ന ദൈവമക്കളുണ്ടെന്ന് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. കർത്താവ് നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവ് നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനങ്ങളും കർത്താവിൻ്റെ വചനത്തിലും കർത്താവിൻ്റെ ആലോചന പ്രാക്തത്വങ്ങൾ എടുത്ത് നമ്മളെപ്പോഴും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന ദൈവമക്കളെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ ഒന്നുകൂടെ പറയട്ടെ, ദൈവത്തെ അറിയാൻ ഹൃദയം കലങ്ങിയിരിക്കുന്നു. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകാൽ മടക്കുക, യേശുവിൻ്റെ സന്നിധാനത്തിൽ മുട്ടുകാൽ മടക്കുക. നിങ്ങൾ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും. കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ വിടുതരുമെന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഈ വചനങ്ങളെ കർത്താവ് നമ്മളെ ശക്തീകരിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒന്ന് ഓർക്കണം, യേശു നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ കൊണ്ട് ശാപങ്ങൾ കൊണ്ട് രോഗങ്ങളെ കുരിശിൽ മരിച്ചു. കർത്താവ് ഇന്ന് ജീവിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ആ ജീവിക്കുന്ന കർത്താവിനോട്, ജീവിക്കുന്ന ദൈവത്തിനോട് നമ്മൾ ഇന്ന് സംസാരിക്കുകയും നമ്മളോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. അതിനിടയ്ക്ക് നമുക്ക് ആരുടെയും ആവശ്യമില്ല. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മുടെ കണ്ണുനീര് കാണുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനങ്ങളെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇടയ്ക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളത് വാത്സല്യമായ സ്നേഹിച്ച സ്വർഗീയനായ നല്ല പിതാവിന്റെ നിമിഷത്തിൽ ഞങ്ങളെ വീണ്ടും സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം കേൾപ്പിച്ച വചനങ്ങൾക്ക് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവ് ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും വരുത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, എൻ്റെ കർത്താവെ ദൈവമക്കളെ ജീവിക്കുന്നവർക്ക് കർത്താവെ ഒരു ആശ്വാസമായി തീരട്ടെ. ഒന്നും കൂടെ ഈ വചനത്തിലൂടെ അവരെ ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എന്നെ കേൾക്കാത്ത ആരെങ്കിലും വചനം കേൾക്കുന്നുണ്ട് കർത്താവെ, അവരുടെ ഹൃദയം കൂടെ കർത്താവ് സംസാരിക്കുക. അവരുടെ ഹൃദയത്തെ ഭാരത്തിൽ കടന്നുപോലെ യേശുവിൻ്റെ ഹൃദയം കൊടുക്കാനും യേശു സന്നിധിയിൽ മുട്ടുമടക്കാനും
അവരെ കർത്താവ് സഹായിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ലോകം തരുന്ന സമാധാനമല്ല, ഞങ്ങളുടെ കർത്താവിൻ്റെ സമാധാനം ഞങ്ങളിൽ ഓരോരുത്തർക്കും തരുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലൻ്റെ വീഡിയോ കാണുകൾക്കുന്ന കർത്താവ് അനുഗ്രഹിക്കുന്നു. അവരുടെ സകല പ്രാർത്ഥന വിഷയങ്ങളും രഹസ്യമായ പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സ്വന്തം കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവിനോട് കൂടി ക്രിസ്തുവിന്റെ സബരിവാസനമുള്ളവരായി ജീവിപ്പാൻ, കർത്താവ് വിശുദ്ധിയോടെ വേർപാട് പരിശുദ്ധാത്മാവിനനുസരിച്ച് ജീവിപ്പാൻ, അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെട്ടവരെ ഒരു നിമിഷമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുമാറാണ്. കൃപ തന്നാട്ടെ. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കർത്താവേ, ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സുവിശേഷ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ കർത്താവ് മാറ്റി കർത്താവിൻ്റെ വചനം കർത്താവ് ലോകത്തിൻ്റെ ഓരോ മൂലയിലും എത്തിച്ചിടയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസ്നേഹത്താൽ കർത്താവെ ദൈവസ്നേഹത്താൽ കർത്താവെ എല്ലാ ആത്മാക്കളും പിടിക്കപ്പെടേണ്ടയാക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അക്രമങ്ങളിൽ അന്യകർത്ത ദേശങ്ങളെ വിടിവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവ് സകല ബഹുമാനവും മഹത്വവും ഞങ്ങളുടെ കർത്താവിന് പ്രാർത്ഥിക്കേണ്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ പകൽക്കാലം അനുഗ്രഹിക്കുമെന്ന് പകൽക്കാലം നമ്മളുടെ കർത്താവിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.